എന്തൊരു പുളി ഇത്? ഇത് ചമ്മന്തിക്കറിയാണോ അതോ കഷായമാണോ? തേങ്ങ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് പോയിട്ടില്ലല്ലോ. അധികം തേങ്ങയൊന്നും കൂട്ടാൻ പാടില്ല, കൊളസ്ട്രോളാ, ഭയങ്കര കലോറി ആയിരിക്കും. ഓഹോ, കഷ്ടം. കഷ്ടം. നീ കഴിച്ചോ? നീ കഴിച്ചോന്ന്? എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്ത? വേണ്ട, അതുകൊണ്ട് ഇപ്പൊ എപ്പോ ചോദിച്ചാലും ഞാൻ കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ കഴിച്ചു. നീ എന്താണ് ഉദ്ദേശിക്കണത്? ഞാൻ കഴിക്കാതിരിക്കണോണ്ട് ക്ലീറ്റ കഴിക്കാതിരിക്കണൊന്നുമില്ലല്ലോ. ഉണ്ടോ? അല്ല, നീ ചെലവ് ചുരുക്കലിന്റെ ഭാഗം വല്ലതും ആണോ? ഒന്നുമല്ല. പിന്നെ എനിക്ക് വേണ്ടെന്നേ, ഞാൻ ആദ്യം തിന്നായിരുന്നു. കഴിച്ചോ? കള്ളം പറയരുത്. കഴിച്ചെന്ന്. ഈ ദോശ എന്തൊരു പുളിയടി ഇത്? ഇത് എന്നത്തെ മാവാ? അത് ഒരാഴ്ച ആയി കാണും. ഓ, മന്തിക്കറി കൊള്ളാമെങ്കിൽ 2 ദോശ അങ്ങനെ തിന്നായത്. ഇപ്പൊ അതുമില്ല. എന്തോ ഇത് രസമാ. എങ്ങനെയുണ്ട്? അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണത്. വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല, പിന്നെ കഴിച്ചല്ലേ പറ്റൂ. വയറ്റിലെന്തേലും പോണ്ടേ? ദോശയില്ല. പിന്നെ അത് വേണമെങ്കിൽ തിന്നണ്ട, മാറ്റിക്ക്. എന്താണ്? ഞാൻ എങ്ങനെയുണ്ട്? നീ എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ കറുത്തിട്ടുണ്ട്, അത് തന്നെ. ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഞാൻ ഇവിടെ കറുത്തുന്നേ പറയണ ക്ലീറ്റോ. നീ എന്താണ് ഉദ്ദേശം? നീ ഉദ്ദേശിക്കണ എന്താണെന്ന് പറയേ. മൊത്തത്തിൽ ഞാൻ എങ്ങനെയുണ്ടെന്ന്. നേരത്തെ മുഖത്തെങ്കിലും നോക്കാൻ കൊള്ളായിരുന്നു. ഇപ്പൊ അതുമല്ല, മുഖം ഒരുമാതിരി മറ്റേ ഇതുണ്ടല്ലോ പൂങ്ങാപ്പാക്ക് പോലെ ആയി. ഈ തറയുണ്ട്. നീ എന്താണ് നീ തടിയാണോ ഉദ്ദേശിച്ചേ? നന്നായിട്ടുണ്ട്. മുഖം ചെറുതായി, ഇപ്പൊ ശരീരം കുറെ കൂടെ ഇരട്ടിയായിട്ടുണ്ട്. നീ കഴിക്കാതിരിക്കണ അതിനാണ്. ഞാൻ കഴിച്ചല്ലോ. എപ്പോ കഴിച്ച്? ഞാൻ ഉണ്ടാക്കിയപ്പോ കഴിച്ചായിരുന്നു. ഓ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഈ ആഹാരം കഴിക്കാതിരുന്ന തടി കുറയുമെന്ന് വിചാരിക്കരുത്. അത് ഭയങ്കര മണ്ടത്തരമാണ്. ചില ആൾക്കാരുടെ ശരീര പ്രകൃതി വെച്ചിട്ട് കഴിക്കാതിരുന്ന തടി കൂടേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ 2 ദോശ എടുത്ത് വെച്ച് കഴിക്കാൻ നോക്കും അങ്ങോട്ട്. അവിടെ തടി കുറയ്ക്കാൻ പോണം. പിന്നെ ഇതൊക്കെ കുറയണ തടിയല്ല. അങ്ങനെയുള്ള തടി കുറച്ചാൽ കുറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമം ചെയ്യൂ. ഞാൻ കഴിക്കാതിരിക്കണോ ഇല്ല വണ്ണം കുറയ്ക്കാനും നോക്കണില്ല. നിങ്ങൾക്ക് ഓരോ അന്ധവിശ്വാസ. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ചോദിച്ചതാ വണ്ണം കുറഞ്ഞോന്ന്. എന്റെ പൊന്നോ, ഞാനും വെറുതെ പറഞ്ഞതാ നീ വണ്ണം കുറഞ്ഞു. ഞാൻ ഇനി ഇങ്ങനത്തെ ദോശ തന്നെ ഉണ്ടാക്കുള്ളൂ. അല്ലേ തന്നെ നിനക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല, എനിക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ വേറെ പെണ്ണിനെ കിട്ടും, അല്ലെങ്കിൽ ഒരു പുട്ട്. ഇത് തന്നെ ഉള്ളൂ. അതെ, അതാ പറഞ്ഞത്. വേറൊരു കല്യാണം കഴിച്ചോ, ഞാൻ മാറി തന്നേക്കാം. ഞാൻ രക്ഷപ്പെടൂല്ലോ. ഇങ്ങനെ കായത്തീരെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മണ്ടത്തിൽ എടുത്ത് ചാടുമായിരുന്നു. ചെറിയ പുളി ഉണ്ടെങ്കിലും ചമ്മന്തി ഒഴിക്കുമ്പോൾ അറിയില്ല. എന്തെന്നത്? ഏട്ടൻ തിന്നണ നല്ല രസമുണ്ട്. ഏട്ടാ ഇത്ര ഇഷ്ടമാണോ? അതെ, ഒരു 4 കഷ്ണം ആ തങ്കത്തിന് കൊണ്ടുകൊടുക്കും. കൊണ്ടേ കൊടുക്കാം, ഇതിപ്പോ ഉണ്ടാക്കില്ലല്ലോ. അതെ, എൻ്റെ അതേപോലെ തന്നെ അവൾക്കും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടുകൊടുക്ക്. കഴിച്ചു കൊണ്ടു കൊടുക്കാം. അപ്പൊ എനിക്കെന്താ ഇഷ്ടമൊന്നുമില്ലേ? വെച്ചോ. നന്നായിട്ടുണ്ടല്ലേ ഏട്ടാ? അല്ലേ, മത്തിക്കറിയായിരുന്നു നല്ലത്. മുളകിന്റെ ടേസ്റ്റ് അതിന് വരില്ല. അതില്ല. പക്ഷെ എന്താ ചായ കുടിക്കുമ്പോഴേ ഒരു എരിവ് വരില്ലേ? അല്ലേ അല്ലേ, ഈ എരിവിന്റെ കൂടെ ചായകളും ചൂടിൽ ചായ കുടിച്ചാലേ ഒരു എരിവ് വരും. ജമന്തി മോളെ. ആ വന്നല്ലോ കപ്പ പേറ. എടുത്തോ എടുത്തോ എടുത്തോ. ഞാൻ നല്ല കണ്ടപ്പോ വാങ്ങിച്ചാ. എന്ത്? ഹായ് കപ്പ, അയ്യേ കപ്പ. എന്താണ് ഇത്? തിന്നാൻ കൊള്ളില്ല. ആര് പറഞ്ഞ കൊള്ളൂലെന്ന്? കൊള്ളില്ല. ഒരു കുത്തു വെച്ചേരും. ഞാൻ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആരുണ്ടാക്കി അതിന് എന്താണ്? എടാ, ഇത് മണ്ണിന്റെ അടിയിൽ ഉണ്ടായത് തിന്നല്ലേന്ന്. എന്തെന്ന് പ്രാന്തണ്ടാ? മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു സാധനം തിന്നാൻ കൊള്ളൂല. ഭയങ്കര കലോറിയാ കൊച്ചേ. നീ തന്നെ ഞങ്ങള് ഒന്ന് പോന്നാത്തിനടുത്ത് മണ്ടത്തരം പറയല്ലേ. പണ്ടുള്ള ആൾക്കാർ തൊട്ടാ ഈ കപ്പ പുഴുങ്ങിയതും മുളകും കട്ടൻ ചായയും കഴിക്കണത്. പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കും, നമ്മൾ ആരും കഴിക്കും. ഒരു കുത്തു വെച്ചേരും ഞാൻ. എന്നാ എനിക്കണ്ട, വേണമെങ്കിൽ തിന്നട്ടാ. നീ തിന്നണ്ട. ആരാ നിന്നോട് തിന്നാൻ പറഞ്ഞേ? വെറുതെ ഞങ്ങൾക്ക് വയറുവേന വരും. എനിക്ക് കൊതി ഉണ്ടെങ്കിലല്ലേ വയറുവേന. ഇല്ലല്ലേ, എനിക്ക് കൊതിയിട്ടുണ്ടോ?
ഇതിപ്പോ എന്തിനാ പട്ടിണി കിടക്കണ എന്തിനാ? ആര് പട്ടിണി എടുക്കണു? ഒന്നും തിന്നാണല്ലോ. ആര് പറഞ്ഞു? പിന്നെ ഇത്ര ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. ഈ വെറുതെ നീ തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവസാനം വല്ല അസുഖം പിടിപെടും. അതിനിപ്പോ ആരാ തടി കുറയ്ക്കണേ? ചോദിച്ചെന്നാ ഇത് അല്ല അന്ന് വന്നിട്ട് ഓരോ ചോദിച്ചെന്നാ. അത് ഞാൻ ചോദിച്ചത് തടി കുറയ്ക്കാണോന്നല്ലല്ലോ. എനിക്ക് തടി ഉണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ. തടി ഉള്ളത് എനിക്ക് ഇഷ്ടം. എന്നാ പിന്നെ കുറച്ച് ചോദിച്ചത് നല്ല രസം. എനിക്കണ്ട. ഇത് നോക്കി ഇങ്ങനെ മുളകിൽ ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെയല്ല, ശരിക്കും മുക്ക്. ശരിക്കും മുക്കി ശരിക്കും മുക്കിയിട്ടാണ്. എനിക്ക് വേണ്ട. വെറുതെ വായിൽ കൊണ്ട് നിൽക്കാം. എന്ത്? ഞങ്ങക്ക് വയറുവേന വരും. കൊതിപ്പെടും. പിന്നെ എനിക്ക് കൊതി എന്ത് പഞ്ചാമൃത അല്ലേ കപ്പാന്ന് പറഞ്ഞ. നിനക്ക് പഞ്ചാമൃതോ അപ്പ. പട്ടിണി കിടന്ന മോഹത്തിന്റെ ഭംഗി കൂട്ടാ. എന്റെ ഭംഗി പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇനി പോവാന്നില്ലല്ലോ. ഇതാ എന്റെ ഇവിടെ ആയിട്ടില്ല ചമ്മന്തി. ഏട്ടാ ഇങ്ങോട്ട് നോക്കിയേ ഒഴിഞ്ഞു കളഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് വയറുവേന വരും. ഉപ്പിയൊക്കെ വേണോ? നീ ഒന്നും കപ്പ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ വളരെയധികം കപ്പ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ തിന്നിട്ടുള്ളത്. എനിക്ക് കൊതിയില്ല. അയ്യടാ തിന്നോ. എനിക്ക് വേണ്ട. ഒരു കഷ്ണം തിന്നു വെച്ചാ ഒന്നും വരില്ല. എന്റെ വയറ് ഫുള്ള് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് വേണ്ടാത്തോണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എന്നാ വേണ്ടെങ്കിൽ പോ. ഇത് ഞാൻ ഇവിടെ നിൽക്കും. എന്താ സംഭവിക്കണെന്ന് എനിക്ക് ഇതിലേക്ക് നോക്കാതെ കണ്ണടച്ചോണ്ട് നിൽക്കുന്ന പാവട്ടാ. അതെന്ത് ഭാവിച്ചുണ്ടാത്? തടി കുറയ്ക്കാൻ നിൽക്കല്ലേ? പിന്നെ തടി കുറയ്ക്കാൻ തടി ഉന്തം കുറയും. അതിന് വല്ലപ്പോഴും കപ്പ തിന്നണേ എന്താ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ കപ്പ തിന്നിട്ട്. നിനക്കൊരു കുഴപ്പമില്ല, നീ തടിയൊന്നും കുറക്കണ്ട. തടി കുറക്കാൻ തടി കുറച്ചില്ലെങ്കിൽ ഞാൻ നല്ലല്ലേ? പിന്നെന്തോ എന്തിനീ തടി കുറയ്ക്കാൻ നിൽക്കണത്?